മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിന് ക്ഷണം ലഭിച്ചിരുന്നുവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ക്ഷണക്കത്ത് രാജ്ഭവനിൽ കിടപ്പുണ്ട്. താൻ ചെല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കണം. സർക്കാരുമായി ഭിന്നതയില്ല, ചെയ്യുന്നത് നിയമപരമായ കാര്യങ്ങൾ മാത്രമാണെന്നും ഗവർണർ വിശദീകരിച്ചു. I don't want to comment on all these things. Invitation is there in Raj Bhavan. Go and see it. But why? Why I should explain it? It is for you to find out. You ask me questions. You don't ask questions there. That is your problem. ബി.ജെ.പി ടിക്കറ്റിൽ മത്സരിക്കണമെന്ന ബൃന്ദ കാരാട്ടിന്റെ വെല്ലുവിളി അർഹിക്കുന്ന അവജ്ഞയോടെ താൻ തള്ളിക്കളയുന്നുവെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. Has she ever fought any election? I don't want to entertain. I would like to treat such comments with the contempt which they deserve. അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഖിൽ ഷാ, ഗവർണർക്ക് ക്ഷണമുണ്ടായിരുന്നു, രാജ്ഭവന് ക്ഷണം ഉണ്ടായിരുന്നതാണ്, എന്നിട്ടും ആ മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ താൻ പങ്കെടുക്കാതിരുന്നതാണ്. അതിനുള്ള കാരണം മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്നാണല്ലോ ഗവർണർ പറഞ്ഞത്. എന്തൊക്കെയാണ് അദ്ദേഹം ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ള വിശദീകരണം? ബൃന്ദ കാരാട്ടിന്റെ വിഷയത്തിലേക്ക് നമുക്ക് രണ്ടാമത് വരാം. ഗോപി, ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് അത് അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു പരിഹാരത്തിന് ഇതുവരെ ഒരു ഉണ്ടായിട്ടില്ല. എന്തായാലും ഇന്ന് ഗവർണർ ഏറ്റവും പ്രധാനമായും നമ്മൾ ചോദിച്ചൊരു കാര്യം ഈ ക്രിസ്മസിന് ക്ഷണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഏറ്റവും പ്രധാനമായും വ്യക്തമാക്കിയത് തനിക്ക് ക്രിസ്മസിന് ക്ഷണമുണ്ടായിരുന്നു, ആ ക്ഷണക്കത്ത് രാജ്ഭവനിൽ കിടപ്പുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് പോയില്ല എന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിന് ഞാൻ ഉത്തരം പറയില്ല, പകരം നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കണം, മുഖ്യമന്ത്രിക്ക് അറിയാം അതിന്റെ കാരണം, എന്നോട് ചോദിക്കുന്നത് പോലെ മുഖ്യമന്ത്രിയോടും ചോദിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഗവർണർ വ്യക്തമാക്കിയത്. മറ്റൊന്ന്, ഈ ബൃന്ദ കാരാട്ട് കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ഒരു വിഷയമാണ്, ഒരു ആരോപണമാണ്. അതായത് ഗവർണർ ഇത്തരത്തിൽ ബില്ലുകളിൽ ഒപ്പിടാത്ത ഒരു ഗവർണർ എന്തിനിങ്ങനെ ഇരിക്കുന്നു, പകരം കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ബി.ജെ.പി ടിക്കറ്റിൽ മത്സരിക്കണം എന്നുള്ളതാണ് ബൃന്ദ കാരാട്ട് ഗവർണറെ വെല്ലുവിളിച്ചത്. അതിൽ അദ്ദേഹത്തിന്റെ മറുപടി ഇത്തരം കാര്യങ്ങളിൽ താൻ പ്രതികരിക്കാനില്ല. നേരത്തെ ബൃന്ദ കാരാട്ട് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ, ഈ അവരുടെ പ്രസ്താവന അല്ലെങ്കിൽ അവരുടെ വെല്ലുവിളിയെ പൂർണ്ണമായി തള്ളുന്നു എന്നുള്ളൊരു കാര്യമാണ് ഗവർണർ ഏറ്റവും പ്രധാനമായിട്ടും വ്യക്തമാക്കുന്നത്. എന്തായാലും സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരാതി രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഏറ്റവും പ്രധാനമായും നമുക്ക് പറയാനുള്ളത് ഈ ബജറ്റ് സമ്മേളനം ഉൾപ്പെടെ വരികയാണ്. ഗവർണറാണ് ഈ ബജറ്റ് സമ്മേളനം തുടങ്ങി വെക്കേണ്ടത് നയപ്രഖ്യാപനത്തിലൂടെ. പക്ഷേ അക്കാര്യത്തിൽ ഗവർണർ പങ്കെടുക്കുമോ എന്നുള്ള കാര്യം പോലും ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇനി പങ്കെടുത്തില്ല അല്ലെങ്കിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് ഗവർണർ തീരുമാനമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായി തന്നെ നീങ്ങേണ്ടി വരും സർക്കാരിന്. ഗോപി, ബൃന്ദ കാരാട്ടിന്റെ വിമർശനങ്ങളോട് ബി.ജെ.പി ടിക്കറ്റിൽ മത്സരിക്കണമായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരിക്കലെങ്കിലും എന്ന ബൃന്ദ കാരാട്ടിന്റെ പരാമർശത്തെ എങ്ങനെയാണ് ഗവർണർ കണ്ടത്? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം? ഗോപി, ഏറ്റവും പ്രധാനമായിട്ടും ഗവർണർ ഈ വിഷയത്തിൽ പറഞ്ഞത് താൻ ഇത്തരം വെല്ലുവിളികളോട് പ്രതികരിക്കാനില്ല എന്നുള്ളത്. അതിനെ പൂർണ്ണമായി തള്ളുന്നൊരു സമീപനമാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായത്. ബൃന്ദ കാരാട്ടിന്റെ വെല്ലുവിളി എന്താണെന്നാൽ, അതായത് സംസ്ഥാന സർക്കാരിന്റെ ബില്ലുകളിൽ ഒപ്പിടാൻ തയ്യാറാകാതെ ബി.ജെ.പി നിലപാടിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഗവർണർ ഈ ലോക്സഭയിലേക്ക് ബി.ജെ.പി ടിക്കറ്റിൽ നിന്ന് കേരളത്തിൽ നിന്ന് മത്സരിക്കണമെന്നൊരു വെല്ലുവിളിയാണ് ബൃന്ദ കാരാട്ടിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ അക്കാര്യത്തിൽ ഇവരുടെ ഈ ഒരു വെല്ലുവിളി അത് പൂർണ്ണമായി തള്ളുന്നു എന്നുള്ളൊരു കാര്യമാണ് ഗവർണർ വ്യക്തമാക്കിയത്. ശരി, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ രണ്ട് വിഷയങ്ങളോടുള്ള പ്രതികരണമാണ് ഇപ്പോൾ അഖിൽ ഷാ അൻസാർ അതിന്റെ വിശദാംശങ്ങളിലൂടെ വ്യക്തമാക്കിയത്. ഒന്ന്, മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത പുതുവത്സര ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുക്കാതിരുന്നതിനെ കുറിച്ചാണ്. ക്ഷണമുണ്ടായിരുന്നു, പങ്കെടുക്കാത്തതിന്റെ കാരണം അദ്ദേഹത്തോട് ചോദിക്കൂ എന്ന് പറഞ്ഞു. ബൃന്ദ കാരാട്ടിന്റെ ഒരു പരാമർശത്തോട് ഗവർണർ പ്രതികരിച്ചിരിക്കുന്നത് അത് ബൃന്ദ കാരാട്ട് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ എന്ന പ്രതികരണത്തോടു കൂടിയാണ്. അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.